കൊല്ലം കൊട്ടാരക്കരയിൽ ഇന്നലെ നിയന്ത്രണം വിട്ട മിനി ടിപ്പർ ലോറിയുടെ മരണപ്പാച്ചിലിൽ വിദ്യാർത്ഥിയടക്കം 3 പേരുടെ ജീവനെടുത്ത ദുരന്ത ഭൂമിയിൽ സ്വന്തം മകനെന്ന് തിരിച്ചറിയാതെ രക്ഷകനായി മാറിയതിനെക്കുറിച്ച് പറയുമ്പോൾ സനൽകുമാറിന് ഇപ്പോഴും ആ നടുക്കം മാറിയിട്ടില്ല. ഒരു കുട്ടിയുടെ കാൽവിരൽ മണ്ണിനടിയിൽ കണ്ടപ്പോൾ അത് സ്വന്തം മകൻ നവനീതാണെന്ന് സനൽകുമാർ കരുതിയിരുന്നില്ല. കൈകൊണ്ട് മണ്ണ് നീക്കിയപ്പോൾ കണ്ട മറ്റൊരു കുട്ടിയെയും രക്ഷിച്ചു. മൂക്കിൽ നിന്നും രക്തം വാർന്നും ശരീരത്തിൽ ചതവേറ്റും പുറത്തെടുത്ത മകനെ ആശുപത്രിയിലെത്തിക്കാൻ പല വാഹനങ്ങൾക്കും കൈകാണിച്ചെങ്കിലും ആരും നിർത്തിയില്ലെന്നും സനൽകുമാർ പറയുന്നു. കിഴക്കേക്കര സെന്റ് മേരീസ് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ നവനീതിനെ സ്കൂട്ടറിൽ ബസ് സ്റ്റോപ്പിൽ എത്തിച്ചതായിരുന്നു. മകനെ ഇറക്കിയ ശേഷം അല്പം മാറി നിൽക്കുമ്പോഴാണ് ദുരന്തം വിതച്ച ലോറി പാഞ്ഞെത്തിയത്. അനുവദിച്ചതിന്റെ ഇരട്ടിയിലേറെ മണ്ണുമായി അമിത വേഗത്തിൽ ഓടിച്ച മിനി ടിപ്പർ ലോറി ബൈക്കിലിടിച്ച ശേഷം ബസ് കാത്തുനിന്നവരുടെ ഇടയിലേക്ക് പാഞ്ഞു കയറുകയായിരുന്നു. അപകടം നടന്നയുടൻ സനൽകുമാർ രക്ഷാപ്രവർത്തനത്തിനായി ഓടിയെത്തി. മണ്ണ് മുടിക്കുന്ന നിലയിൽ ഒരു കുട്ടിയുടെ കാൽവിരൽ കണ്ട അദ്ദേഹം അത് സ്വന്തം മകനാണെന്ന് കരുതിയില്ല. കൈകൊണ്ട് വേഗത്തിൽ മണ്ണ് മാറ്റിയ സനൽകുമാർ മറ്റൊരു കുട്ടിയെ കൂടി അവിടെ നിന്നും ജീവനോടെ രക്ഷപ്പെടുത്തി. ഒടുവിൽ പുറത്തെടുത്ത് മൂക്കിൽ നിന്നും ചോര വാർന്നൊഴുകി ശരീരമാസകലം ചതവേറ്റ സ്വന്തം മകൻ നവനീതിനെയാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം ആ പിതാവ് തകർന്നുപോയി. പരിക്കേറ്റ മകനെയും കൊണ്ട് ആശുപത്രിയിലേക്ക് ഓടാൻ ശ്രമിച്ച സനൽകുമാർ പല വാഹനങ്ങൾക്കും കൈകാണിച്ചെങ്കിലും ആരും നിർത്താൻ തയ്യാറായില്ല. ഒടുവിൽ അവിടെ എത്തിയ ഒരു സുഹൃത്തിന്റെ ബൈക്കിന് നടുവിലിരുത്തിയാണ് നവനീതിനെ ആശുപത്രിയിൽ എത്തിച്ചത്. ഭാഗ്യം കൊണ്ട് മാത്രം ജീവൻ തിരിച്ചുകിട്ടിയ നവനീതിനെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം വൈകിട്ടോടെ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജും ചെയ്തു. ഒരൊറ്റ നിമിഷത്തെ അശ്രദ്ധയും നിയമലംഘനവും കവർന്നെടുത്ത 3 ജീവനുകളുടെ നടുക്കത്തിലാണ് ഇപ്പോഴും കൊട്ടാരക്കരയ്ക്കടുത്ത് അമ്പലത്തുംകാല നീലേശ്വരം റോഡിലുള്ള മുക്കോണി മുക്കിൽ ഇന്നലെ രാവിലെ 7 മണിയോടെയായിരുന്നു നാടിനെ നടുക്കിയ ദുരന്തം സംഭവിച്ചത്. അപകടത്തിൽ 5 പേർക്കും പരിക്കേൽക്കുകയും ചെയ്തു. 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ പി പാർത്ഥിബ് 15 വയസ്സ്, KSRTC പുനലൂർ ഡിപ്പോയിലെ മെക്കാനിക് അജയൻ ആചാരി 50 വയസ്സ്, ബൈക്ക് യാത്രികനും പാരലൽ കോളേജ് അധ്യാപകനുമായ RV ഹരിലാൽ 54 വയസ്സ് എന്നിവരാണ് അപകടത്തിൽ ജീവൻ പൊലിഞ്ഞത്. ലോറി ഡ്രൈവറായ നിസാം 40 വയസ്സ്, സ്കൂൾ വിദ്യാർത്ഥികളായ കൗശൽ, ഋഷഭ്, നവനീത് കൃഷ്ണൻ, ജിബിമോൾ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇതിൽ തലയ്ക്കും വാരിയലിനും ഗുരുതരമായി പരിക്കേറ്റ കൗശലിനെ വിദഗ്ധ ചികിത്സയ്ക്കായി തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. അനുവദനീയമായ അളവിന്റെ ഇരട്ടിയിലേറെ മണ്ണു നിറച്ച് അമിത വേഗതയിലെത്തിയ മിനി ടിപ്പർ ലോറി ആദ്യം ഹരിലാൽ സഞ്ചരിച്ച ബൈക്കിൽ ഇടിക്കുകയായിരുന്നു. തുടർന്ന് ബൈക്കിനെ വെട്ടിച്ച് ബ്രേക്ക് ചെയ്ത ടിപ്പർ ഏകദേശം 10 മീറ്ററോളം റോഡിലൂടെ നിരങ്ങി നീങ്ങി ബസ് കാത്തു നിന്നവരുടെ ഇടയിലേക്ക് പാഞ്ഞു കയറി മറിയുകയായിരുന്നു. അപകടമുണ്ടാക്കിയ ലോറി ഡ്രൈവർക്ക് ഹെവി ലൈസൻസ് ഉണ്ടായിരുന്നില്ലെന്ന് പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട്. എന്തായാലും നാടിനെ നടുക്കിയ സംഭവം ഇന്നലെ വൈകുന്നേരം 7 മണിയോടെയാണ് സംഭവിച്ചത്. ഡ്രൈവർ കഴിഞ്ഞ ഒരു മാസം മുൻപാണ് ഗൾഫിൽ നിന്നും നാട്ടിലേക്ക് എത്തിയത്. ഇയാൾക്ക് ഹെവി ലൈസൻസ് ഉണ്ടായിരുന്നില്ല. തികച്ചും നിയമലംഘനങ്ങളാണ് പിന്നീട് കണ്ടെത്തിയതെല്ലാം തന്നെ. ഹെവി ലൈസൻസ് ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, 17 വർഷമായ ഒരു പഴയ ടിപ്പറാണത്. അതിൻ്റെ GPS ഓഫാക്കിയ നിലയിലായിരുന്നു. തുടങ്ങിയ നിരവധി നിയമലംഘനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും ഇയാൾക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസും എടുത്തിട്ടുണ്ട്.